തുറശ്ശില് നല്ല എന്നാലും കപ്പടിക്കണ്ട. സോ ഗൈസ്, വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് പുന്നമടയിലേക്കാണ്, വള്ളത്തിലാണ് പോകുന്നത്. സോ യു ഗെറ്റ് ദ ഐഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ചുണ്ടൻ്റെ UBC കൈനഗിരിയുടെ ട്രാക്ക് എൻട്രി ആണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ അത് കാണാൻ പോവുകയാണ്. ഐ തിങ്ക് കഴിഞ്ഞ മൂലം വള്ളംകളിക്ക് ശേഷം വള്ളംകളിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ട്രാക്കിൽ പോയി നമ്മുടെ വള്ളവും നമ്മുടെ ക്ലബ്ബൊക്കെ അങ്ങനെ നമ്മൾ പോകുന്നത് ജെയ്സൻ്റെയൊക്കെ വള്ളത്തിലാണ്. ഇവിടുന്ന് നേരെ അന്തത്തോട്ടിൽ കൂടെ നേരെ നെഹ്റു ട്രോഫി. ഇവിടുന്ന് നമുക്ക് ആക്ച്വലി നേരെ പോയി കഴിഞ്ഞാൽ അബൌട്ട് 6 കിലോമീറ്റർ അത്രേ ഉള്ളൂ. സോ പോയിട്ട് കാണാം. അങ്ങനെ പെട്രോൾ വാങ്ങിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. നീ ഇടിച്ചു കയറ്റി കഴിഞ്ഞാൽ നീ നോക്കിക്കോടാ, ബാക്കി ഞാൻ എൻ്റെ സാധനങ്ങളുമായിട്ട് ഞാൻ രക്ഷപ്പെടും. അങ്ങനെ പോണോ? വേണ്ട, ഇങ്ങനെ പോവാം. തുഴയാൻ അറിയാത്ത വള്ളം ഓടിക്കാൻ അറിയാത്ത എബിയുമായി നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അങ്ങ് എത്തിയാൽ മതിയായിരുന്നു. ഇനി നമുക്ക് ഫ്ലൈൻ ബുക്കിംഗ് തട്ടി കഴിക്കാം. നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അമ്മ രക്ഷപ്പെടുവോ? യെസ് 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 യെസ്, രക്ഷപ്പെട്ടു ഗായ്സ്. കുട്ടനാട്ടിൽ പാലങ്ങളെല്ലാം ഹൈടെക് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ വള്ളമൊക്കെ കുനിഞ്ഞു കൊണ്ടുപോകണം. വികസിച്ച നാടല്ലേ ഗായ്സ്, വികസനത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ എത്തിയേക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് പുഞ്ചിരി ചെട്ടിയുടെ കൊണ്ടുവന്ന് വള്ളം നിർത്തിയിട്ടുണ്ട്. കാര്യം നമ്മുടെ ചുണ്ടനും ക്ലബ്ബും വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെന്നാൾ ഈ തോട്ടിൽ കൂടെ പോകുന്നത്. സോ നമുക്ക് അവർ വന്നിട്ട് അവരുടെ കൂട്ടത്തിൽ പോവാം. ഇവരാദ്യം നിർത്തി, നമ്മൾ നിർത്തി, അത് കഴിഞ്ഞ് നമ്മുടെ പുറകെ വള്ളം വന്ന വള്ളം നിർത്തി. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ നമ്മുടെ തലവടി ചുണ്ടന് നമ്മുടെ UBC ക്ലബ്ബ് എന്താ ഈ തോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇതോ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് പയ്യെ ഇവിടുന്ന് വള്ളം സ്റ്റാർട്ട് ചെയ്ത് അവരുടെ കൂടെ പോവാം. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്താലേ അവരുടെ കൂടെ എത്താൻ പറ്റത്തുള്ളൂ. അതൊരു സ്പീഡ് ഓടി. ഓക്കെ, നമുക്ക് പോവാം. അങ്ങനെ ദേ പോകുന്നു ഗൈസ് നമ്മുടെ തലവടി ചുണ്ടനും നമ്മുടെ സ്വന്തം UBC. നല്ല പിങ്ക് ജേഴ്സിയൊക്കെ ഇട്ട് പൂക്കിയായിട്ടുണ്ട്. എന്നാലും നമുക്ക് ട്രാക്കിൽ ചെന്നിട്ട് ഇവരുടെ ആവേശോജ്വലമായ പ്രകടനങ്ങൾ കാണാം. നല്ല രസമുണ്ട് ഗൈസ്. പക്ഷേ തലവടി ചുണ്ടൻ സെറ്റാണ്, ഭയങ്കര ഒരു ഐശ്വര്യമാണ് കാണാൻ. പിള്ളേരവിടെ വാമപ്പ് ചെയ്യുക. വള്ളം ഇവിടെ കിടപ്പുണ്ട്. അയ്യോ, സൂര്യൻ്റെ വെട്ടം. നമ്മളിവിടെ അപ്പം ഗൈസ് അവിടെ ചുണ്ടനയിൽ അവർ കയറുന്നു. സോ നമ്മളിവിടുന്ന് നമ്മുടെ വള്ളം എടുത്ത് ഇതും അങ്ങോട്ട് പോവാം. ടാ അങ്ങനെ നമ്മൾ നമ്മുടെ നെഹ്റു ട്രോഫി ജലോത്സവം നടക്കുന്ന നമ്മുടെ ട്രാക്കിലേക്ക്, ജലമാമാങ്കം, വെള്ളത്തിൽ തീപ്പൊരി പാറിക്കുന്ന പ്രകടനങ്ങൾ നടക്കുന്ന നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ചുണ്ടൻ അവിടുന്ന് തുഴഞ്ഞു വരുന്നത് കാണാം. ഇവിടെ നിറച്ച ആൾക്കാരാണ് ഗൈസ്. നമ്മൾ വള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് നടന്നു നിന്നിട്ടുണ്ട്. അപ്പം അവിടുന്ന് അടിച്ചു വരുന്ന കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും. സോ വി ക്യാൻ വെയിറ്റ് ഹിയർ. എന്നിട്ട് വള്ളം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് വള്ളത്തെടുത്ത് പോവാം. അപ്പം നമ്മുടെ വള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്യാമറ കുറച്ച് ഷോട്ട്സ് എടുക്കാം. ക്യാമറയിൽ ഷോട്ട്സ് കണ്ടിട്ട് വരാം.
അങ്ങനെ നമ്മുടെ ട്രാക്ക് എൻട്രി കഴിഞ്ഞു. കിടിലൻ ട്രാക്ക് എൻട്രി ആയിരുന്നു ഗൈസ്. എങ്ങോട്ടായിരുന്നു ട്രാക്ക് എൻട്രി? പറയടാ. എന്താ അടിപൊളി, ഒന്നും പറയാനില്ല. പേശാനടി ട്രാക്ക് എൻട്രി വാസ് മൈൻഡ് ബ്ലോയിങ്. അവിടെ വെച്ച് കണ്ട പോലെ എല്ലാം ഇവിടെ ഉണ്ടാക്കിയത് അല്ലേ? ഞാൻ ഇൻട്രോവേർട്ട് ആണ്. അപ്പം ട്രാക്ക് എൻട്രി കൊള്ളായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഇനി വെയിറ്റ് ചെയ്യാണ്. ഇനി അവിടുന്ന് അവർ തുഴഞ്ഞു വരണം. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അങ്ങനെ നമ്മളങ്ങനെ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ദാ അടുത്തൊരു വള്ളം വന്നിട്ടുണ്ട്. അപ്പം സൂം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അത് PBC ആണ്. അപ്പോൾ PBC വന്നിട്ടുണ്ട്. അവന്മാർ ട്രാക്ക് എൻട്രി ഓൾറെഡി കഴിഞ്ഞാൽ അവന്മാർ ജസ്റ്റ് ട്രയൽ പോലെ ടൈം നോക്കാണ്ട് എടുക്കത്തേ ഉള്ളായിരിക്കും. അപ്പോൾ അവരുടെ പ്രൊവിഷൻ നമുക്കിത് കാണാം. അങ്ങനെ PBC തുഴയുന്നുണ്ട്. അവന്മാരൊന്ന് ട്രാക്ക് എൻട്രി കഴിഞ്ഞല്ലേ? ഗാലറിയിൽ നിന്ന് ഒരൊറ്റ ഒച്ച വരുന്നില്ല. സൂപ്പർ, കുഴപ്പമില്ല, നല്ല തുഴച്ചില്ല. തുഴച്ചില് നല്ല, എന്നാലും കപ്പടിക്കണ്ട. അങ്ങനെ PBC-കാരും നമ്മുടെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ PBC ഇത് കേൾക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പഴയ പോലത്തെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. മേ ബി ആ കരക്കാർക്ക് കാണുമായിരിക്കും. പക്ഷേ ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു ക്ലബ്ബ് 5 വർഷം ജയിച്ച് കഴിയുമ്പോഴത്തേക്കും അവരിത് ഇല്ലല്ലോ. പിന്നെ അവരുടെ ഡബിൾ ഹാട്രിക് ആയിത്തോണെ. അപ്പോൾ അവരും ഒട്ടും മോശമില്ലാത്ത പ്രകടനം തന്നെ കാണിച്ചു നോക്കും. ആ ഡബിൾ ഹാട്രിക്ക് അവർക്ക് കൊടുക്കാതിരിക്കാണ്ട് ബാക്കിയുള്ള ക്ലബ്ബുകളും അതേപോലെ തന്നെ ഇത്തവണ നമുക്ക് ഇവിടെ ആ സംഭവം കാണാൻ പറ്റും. ഏത് ഒരു ഫൈറ്റ്, അടിയല്ല, തുഴച്ചിൽ. പക്ഷേ ഞാൻ നോക്കിയിട്ട് സൗണ്ട് കേട്ടിട്ട് പോലും നിങ്ങൾക്ക് വീഡിയോയുടെ സൗണ്ട് കേട്ടാൽ മനസ്സിലാവും. PBC വന്നിട്ട് ഇവിടെ ഒറ്റ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല. ഇവിടെ കുറച്ച് പേര് നമ്മൾ UBCയും തലവടിക്കാരും ആണെങ്കിലും ഇവിടെ ഗാലറി ഉള്ളവരാരും PBC വന്നിട്ട് വലിയ അനക്കൊന്നുമില്ല. കുറച്ച് ട്രംപറ്റടി മാത്രമേ കേട്ടുള്ളൂ. മേ ബി അവരുടെ ആൾക്കാർ വന്നിട്ടില്ലായിരിക്കാം, നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലോ. എന്താണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കളിയിടന്ന് കാണാം. ചിലപ്പോൾ അവർ ജയിക്കും, UBC ജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ UBCയുടെ കൂടെ ഉണ്ടാവും, ഇതേപോലെ തന്നെ എന്നും. അങ്ങനെ സമയം ഇപ്പോൾ എത്രയാടാ? 6 മണിയാവും. 5 മണിക്ക് വന്നതാണ്, 6 മണിയായിട്ടും തുടങ്ങിയിട്ടില്ല. സ്റ്റിൽ നോട്ട് സ്റ്റാർട്ടപ്പ്. ഇതിൻ്റെ ഇടയ്ക്ക് PBC പോയപ്പോഴത്തേക്ക് ഇതിനെ വഴി ഒരു FPV ഡ്രോൺ വന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പോയി അവിടെ പോയിടിച്ചു. അങ്ങനെ UBC ട്രാക്കിൽ പിടിച്ചിട്ടുണ്ട് 1 മണിക്കൂറിന് ശേഷം. ഇനിയിപ്പം തുഴയുമായിരിക്കും, നോക്കാം. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഇതിൽ കൂടെ കുറച്ചൊക്കെ കാണാം. കണ്ടോ ഈ നടുക്ക് വൈറ്റായിട്ട് കിടക്കുന്നുണ്ടോ? അതാണ് വള്ളം വിട്ടിട്ടുണ്ട്. ടൈം ഒരു 3-4 സെക്കൻഡ് നമുക്ക് വിട്ടുപോയി. ബാക്കി നമുക്ക് നോക്കാം. Hi Sagar, what is sudden surprise? എന്റെ പൊന്നളി ഒരു ശരിക്കും ഒറ്റയില്ല കൂവി അത് സാധനം സീൻ സൂപ്പർ 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 ഒരു വിഷയം. 4:40 പ്രതീക്ഷിക്കാം. ഒരു 4:35 to 4:40 ഇടയ്ക്കുള്ള ടൈമാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ PBCയുടെ
ട്രെയിനിങ് ചെയ്യുന്ന ചേട്ടൻ്റെ അടുക്കൽ നമ്മൾ ടൈം നോക്കി പുള്ളി ടൈം വെച്ചേക്കുന്നത് 4:40 കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് എക്സാക്റ്റ് ടൈം നമുക്ക് അറിയാൻ പറ്റത്തില്ല, എങ്കിലും 4:35 to 4:40 നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഗൈസ്, അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ UBC ട്രാക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പം ടൈം നോക്കിയപ്പോൾ നിങ്ങൾ കണ്ട പോലെ 4:40 നമ്മുടെ ലൈക്ക് PBCയുടെ കോച്ചിൻ്റെ ടൈമറിൽ കണ്ടത്. പക്ഷേ നമ്മൾ നോക്കിയപ്പം 4:35 സംതിങ് വന്നു. അപ്പം എക്സാക്ട് ടൈം നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റത്തില്ല. അത് ലൈക്ക് വള്ളത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ഇവിടെ ഫിനിഷ് ചെയ്യുന്ന ടൈം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയ ഏകദേശം ഒരു ടൈം 4:35 to 4:40. അപ്പോൾ ഇതിനിടയ്ക്ക് എത്രയാണോ കറക്റ്റ് ടൈം വരുന്നത് അത് ഞാൻ ഇപ്പം സ്ക്രീനിൽ കാണിക്കാം. അപ്പം ഇതായിരിക്കും കറക്റ്റ് ടൈം. അപ്പോൾ ഇനി ഒരു അടിയും കൂടെ ഉണ്ടെന്ന് പറയുന്നു. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ വള്ളം അങ്ങോട്ട് പോയിട്ടുണ്ട്, തിരിച്ചു വരുമ്പോൾ നോക്കാം. അപ്പം അടുത്ത ട്രാക്ക് അടിക്ക് നമ്മുടെ വള്ളം വിട്ടിട്ടുണ്ട്. വള്ളം ഓൾറെഡി കുറച്ചധികം ദൂരം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇരുട്ടടിയാണ്. നമുക്ക് ഇവത്തിലാണ് നോക്കാം. ഫോണെ തെളിച്ച വരും. ഇത് ഇപ്പം തെളിച്ച കാണിച്ചാൽ അത് ഇപ്പം തെളിയുന്നതാണോ കണ്ടോ? ഇപ്പം തെളിച്ചം കാരണം ഇപ്പം കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇത് എവിടുന്ന് വെച്ചാടാ ടൈം? എവിടുന്ന് പറ ഉറപ്പല്ലേ മാതിര? ഇത് തെറ്റിക്കഴിഞ്ഞ അപ്പം നമുക്ക് ഇതും 4:40 അടുത്താണ് ടൈം വന്നിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രാക്ക് അടിയും കഴിഞ്ഞിട്ടുണ്ട്, ഇരുട്ടടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 4:40 ടൈം കാണിക്കുന്നത്. ഈ ടൈമും ട്രാക്ക് എൻട്രിയും ട്രയലും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ കൊല്ലം നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തരും. പക്ഷേ കളിക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കും. എനിവേ സാരമില്ല, ഇന്നത്തെ പോലത്തെ ആയിരിക്കത്തില്ല അന്ന് സാഹചര്യം. ഓളം ഉണ്ടാവും, സമ്മർദ്ദം ഉണ്ടാവും, നല്ല ട്രാക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാവാം അത് ഉണ്ടാവുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും UBC ഉണ്ടാവും. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് തൊട്ട് പറയുന്ന കാര്യമാണ്. എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും UBC, അത്രയേ ഉള്ളൂ. സോ നമ്മൾ പറഞ്ഞു വന്നത്, ബാക്കി നമുക്ക് എന്തായാലും കളിയുടെ അന്ന് ഇനി പറയാൻ പറ്റത്തുള്ളൂ, എന്ത് സംഭവിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു PBCക്കാർ അവരുടെ ഡബിൾ ഹാട്രിക്കിന് വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പം ഈ പുറത്ത് വന്ന ടൈമുകളൊന്നും PBC 4:38 നമ്മൾ 4:40 പറയുന്നത്. പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ പറഞ്ഞു, പക്ക സ്റ്റാർട്ട് ആൻഡ് ഫിനിഷ് ടൈമൊന്നും ഇവിടെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു ധാരണയിലുള്ള ടൈമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ കളിയുടെ അന്ന് ഈ സാഹചര്യം മുഴുവൻ മാറും. ആളുകൾ വരും, വള്ളം വരും, ഓളം വരും, ഇങ്ങനെ പല കാര്യങ്ങൾ വരും. സോ നമുക്ക് എന്താവുമെന്ന് കണ്ടറിയണം. എല്ലാ വർഷത്തെയും പോലെ തന്നെ നമ്മളിത്തോടെ നമ്മുടെ UBCക്ക് വേണ്ടിയിട്ട് നമ്മൾ വരും. എന്നും UBC എന്ന് വിളിച്ച് തന്നെ നമ്മൾ വരും. ബാക്കി എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. കപ്പടിച്ചു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ കളം മാറും. ആര് ജയിച്ചാലും തോറ്റാലും നമ്മളെന്നും UBC തന്നെ. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പം ഇതുപോലത്തെ കുഞ്ഞു കിടിലൻ കണ്ടൻറ്റ്സ് നമ്മുടെ ചാനൽ ഇനിയും വരുന്നതാണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടാൽ മാത്രം കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലത്തെ കിടിലൻ കണ്ടൻറ്റ്സായിട്ട് നമ്മൾ ഇനിയും വരും. വള്ളംകളി ഉറപ്പായിട്ടും വരുന്നതാണ്, മിസ്സാക്കരുത്. വള്ളംകളി മിസ്സാക്കാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെല്ലാം വെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിനി വള്ളത്തിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.